ഇപ്പോൾ ഈ പ്രിസത്തിൽ നിങ്ങൾ നോർമൽ വരയ്ക്കുമ്പോൾ ഈ ഒരു ലൈന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇവിടെ രണ്ട് സൈഡിലും വരണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ഇതിപ്പോ ഡെൻസർ മീഡിയം ആയിരിക്കും, കാരണം ഗ്ലാസ് പ്രിസം ആയിരിക്കും, വെളിയിൽ എയർ ആയതുകൊണ്ട് അത് റെയറർ മീഡിയം ആയിരിക്കും. ഇപ്പോൾ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ എങ്ങനെ പോകണം? RDT ആണ്, നോർമലിന് അടുത്തോട്ട് വരണം. ഉണ്ടാ, ഇങ്ങനെ അടുത്തോട്ട് വരണം, ഇതിന് അടുത്തോട്ട് വരണം. എന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് വീണ്ടും വെളിയിൽ പോകുന്നത്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ്. അപ്പോൾ ഡ്രോ ആണ്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ അകലുന്നു. അപ്പൊ നോർമലിൽ നിന്ന് ഇവിടെ നിന്നാണ് വന്ന് വീഴുന്നത്. അപ്പൊ അതിന്റെ നോർമലിന്റെ രണ്ട് സൈഡിലുമാണ് ലൈറ്റ് റേ പോകാനുള്ള. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടിപ്പോകരുത്, ഇവിടെ നിന്ന് അകത്തോട്ട് കയറിയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് വെളിയിലോട്ട് പോവുകയാണ്. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ നോർമലിൽ നിന്ന് ഇങ്ങനെ വേറെ പോകരുത്, അകന്ന് പോകണം. ഓക്കെ, അപ്പൊ ഏറെക്കുറെ തണ്ട ഇങ്ങനെ ഇതിനിങ്ങനെ അടുത്ത് വരും, ഇവിടെ വന്നിട്ട് ഇങ്ങനെ അകന്ന് പോകും. ഈ രീതിയിൽ വരും ഏകദേശം. ഇതിൽ വരച്ച് കുളമാക്കുന്നില്ല, ആരോ കിട്ടണേ, ഇതിനകത്തൊക്കെ ആരോ ഇടണേ, ഇതൊക്കെ വളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ എല്ലാം സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, കൂടുതൽ കുളമാക്കുന്നില്ല, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അത് നിങ്ങൾ നോട്ടിലോട്ട് വരച്ചിരിക്കണം. അപ്പൊ അടുത്ത ഇനി നമ്മൾ അവിടെ രണ്ട് ആംഗിൾസ് പറഞ്ഞു, അതൊക്കെയാണ് ഇൻസിഡന്റ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യത്തിലോട്ടോ, ഒരു നിയമത്തിലോട്ടാണ് നമ്മൾ അടുത്ത പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ റിഫ്ലക്ഷനിൽ പഠിച്ചിട്ടുണ്ട് എന്തോന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. പക്ഷെ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെയിം അല്ല. അപവർത്തന കോണും പതന കോണും ഒരിക്കലും സെയിം അല്ല. അപ്പൊ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കാണിക്കുന്ന ഒരു കോളമാണ് ആ കാണിച്ചിരിക്കുന്നത്. എയർ എന്ന് ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ പല പല ആംഗിളിലും നമ്മൾ ലൈറ്റ് വിടുകയാണ്. 20 ഡിഗ്രിയിൽ ആദ്യം ഇട്ട്, പിന്നെ കുറച്ചുകൂടെ ചരിച്ച് ലൈറ്റ് അടിച്ച് നോക്കി, അപ്പൊ 30 ഡിഗ്രിയിലായി. പിന്നെ അങ്ങനെ എത്ര ഡിഗ്രി വരെ വിട്ടു? 60 ഡിഗ്രി വരെ ചരിച്ച് നമ്മൾ ആ ഒരു പ്രിസമോ ഗ്ലാസ് ലാബോ എന്താണോ നമ്മൾ എടുക്കുന്നത്, ഗ്ലാസ് ലാബാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ് ലാബിൽ കൂടെ വിട്ടപ്പോൾ അവരൊക്കെ കിട്ടിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് എഴുതി വെച്ചേക്കുന്നത്. 13 ഡിഗ്രി 19 അവരെ അങ്ങനെ അളന്ന് നോക്കി. എന്നിട്ട് രണ്ടിന്റെ സൈൻ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പൊ മാത്സിൽ നമ്മൾ പറയും കേട്ടോ, സൈൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. നിങ്ങളൊക്കെ വലിയ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കാണും സൈൻ. അപ്പൊ ആ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ, എല്ലാ ആംഗിളിലും ഒരു സൈൻ വാല്യൂ ഉണ്ട്, സൈൻ കേട്ടോ. SIN എന്നാണ് സൈൻ നമ്മൾ എഴുതുന്നത്. പക്ഷെ മാത്സിൽ നമ്മൾ അത് ക്രിയയിൽ വരുമ്പോൾ SIN കാണും, വായിക്കുന്ന സൈൻ എന്ന് തന്നെ. ഓക്കെ, അപ്പൊ സൈൻ I അതിന്റെ വാല്യൂ എത്ര? 0.34. സൈൻ R അതായത് സൈൻ 13 ഡിഗ്രി അത് എത്ര? 0.22. ഓരോ ആംഗിളിനും ഓരോ വാല്യൂ ആണ്. എന്നിട്ട് ആ സൈൻ ഐയും സൈൻ ആറോടെ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ 1.5 ആണ് എല്ലാത്തിലും വന്നേക്കുന്നത്. പല പല വാല്യൂസ് ആണ് ഇതൊക്കെ, പക്ഷെ ഡിവൈഡ് ചെയ്ത് വന്നപ്പം എല്ലാം 1.5 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ട് മീഡിയത്തിൽ നമ്മൾ ഏതൊക്കെ ആംഗിളിൽ അപവർത്തനം നടത്തിയാലും റിഫ്രാക്ഷൻ നടത്തിയാലും അവിടുത്തെ സൈൻ ഐ ബൈ സൈൻ ആർ സെയിം വാല്യൂ ആയിരിക്കും. എന്തായിരിക്കും? സൈൻ ഐ ബൈ സൈൻ ആർ സെയിം വാല്യൂ ആയിരിക്കും. അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ മാറണമെന്നുണ്ടെങ്കിൽ, ആ വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മീഡിയങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? മാറിയേ പറ്റൂ. എയർ ടു ഗ്ലാസ് ആണെങ്കിൽ എപ്പോഴും ഈ വാല്യൂ ആയിരിക്കും. ഈ വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് മാറ്റി വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. അടുത്ത നോക്ക്, ലൈറ്റ് ഫ്രം ഗ്ലാസ് ടു എയർ ആയപ്പോ നമുക്ക് ആദ്യം എയർ ടു ഗ്ലാസ് ആയിരുന്നു, ഇനി തിരിച്ച് ഗ്ലാസ് ടു എയർ ആയപ്പം ആ വാല്യൂ ഒന്ന് മാറി, 1.5 മാറി 0.7 കണ്ട. അപ്പൊ മീഡിയം മാറിയെന്ന് ഉദ്ദേശിച്ചത് അതിന്റെ ഓർഡർ മാറി. അപ്പൊ ഓർഡറിനും പ്രാധാന്യമുണ്ട്, ആ മീഡിയത്തിനും പ്രാധാന്യമുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു എയർ ടു ഗ്ലാസ് മാറി, എയർ ടു വാട്ടർ ആയത് മാറിയാണ് അല്ലേ. അതുപോലെ തന്നെ ആ എയർ മാറി തിരിഞ്ഞ് ഗ്ലാസും പിന്നെ തിരിച്ച് എയറുമായി, ഗ്ലാസ് ടു എയർ ആയത്. ലൈറ്റിന്റെ പാത്ത് വ്യത്യാസം വന്നപ്പോഴും തിരിച്ചു വന്നപ്പോഴും എന്ത് മാറിയതായി കണ്ടു? സൈൻ ഐ ബൈ സൈൻ ആറിന്റെ വാല്യൂ മാറിയതായി കണ്ടു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? ഒരു റിഫ്രാക്ഷൻ, അതായത് ലൈറ്റിന്റെ ഒരു പാത്തില് അതിന്റെ സൈൻ ഐ ബൈ സൈൻ ആർ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ ഐ ബൈ സൈൻ ആർ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ മാറണം? അതിലുള്ള മീഡിയങ്ങൾ മാറണം, അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത്ത് പരസ്പരം തിരിയണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈൻ ഐ ബൈ സൈൻ ആർ വാല്യൂ
മാറും. ഈ ഒരു ലോയുടെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്നെൽസ് ലോ. സ്നെൽസ് ലോ ഇതാണ് സ്നെൽസ് ലോ. സ്നെല്ല് SNELL സ്നെൽസ് ലോ, സ്നെല്ലിന്റെ നിയമം. ലോ ഓഫ് റിഫ്രാക്ഷനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സ്നെൽസ് ലോ കേട്ടോ. ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് I is equal to അല്ലെങ്കിൽ ലോ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is equal to ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എല്ലാം ഒരു പ്ലെയിനിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷനും, പക്ഷെ അതിനകത്ത് I is equal to R അല്ല, അതിന് പകരം സ്നെൽസ് ലോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. എന്താണ് sin I by sin R is equal to a constant. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ലോ ഓഫ് റിഫ്രാക്ഷനകത്ത് ഫസ്റ്റ് നമ്മൾ റിഫ്ലക്ഷനിൽ പറയുന്ന പോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും, ഒരേ പ്രതലത്തിലായിരിക്കും. ഓക്കെ, ഒരിക്കലും വേറെ വേറെ ഡിഫറെന്റ് പ്ലെയിൻസിലായിട്ട് വരത്തില്ല, വേറെ വേറെ തലങ്ങളിലായിട്ട് വരത്തില്ല. ഒരു പേപ്പറിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നതെങ്കിൽ അതെല്ലാം അതേ പേപ്പർ തന്നെ നിൽക്കും, പേപ്പറിൽ നിന്ന് വെളിയിലോട്ട് വരത്തില്ല. നമ്മൾ 3D ഫിലിംസ് ഒക്കെ കണ്ടില്ലേ? 3D ഫിലിംസ് എന്ന് പറഞ്ഞാൽ 3 പ്ലെയിനിൽ നിൽക്കുന്നതാണ്. 3 പ്ലെയിൻസ്. പേപ്പറിൽ കാണുന്നതൊക്കെ 2D പ്ലെയിൻ ആണ്, അതിൽ നിന്ന് വെളിയിലോട്ട് വരുന്നതാണ് 3D പ്ലെയിൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരേ പ്രതലത്തിൽ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഒരേ പ്രതലത്തിൽ നിൽക്കും. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നോർമല്, പിന്നെ എന്തുവാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ, അതെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ സ്നെൽസ് ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈനും സ്പെല്ലിംഗ് നോക്കിയ SINE, ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സൈനും തമ്മിലുള്ള റേഷ്യോ, അതായത് അത് ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് സ്നെൽസ് ലോ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ പറയുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മലയാളം അപവർത്തനാങ്കം. നേരത്തെ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത പറഞ്ഞു. പ്രകാശിക സാന്ദ്രതയായിരുന്നു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ്, ലൈറ്റിന്റെ സ്പീഡിനെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവ്. അപ്പൊ അതൊരു കഴിവായിട്ട് മാത്രം നിൽക്കും, അതിന് മെഷർ ചെയ്യുന്നതിന് ഒരു അളവ് അതിലൊന്നുമില്ല, നമ്മൾ സ്പീഡ് നോക്കി അങ്ങ് പറയുക. അപ്പൊ അങ്ങനെ ആ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഒരു മെഷർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തോന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ സ്പീഡിന് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാൻ നമ്മൾ ലൈറ്റിന്റെ സ്പീഡിനെ, ആ ഒരു മാധ്യമത്തിലുള്ള സ്പീഡിനെ എയറിലുള്ള അല്ലെങ്കിൽ വാക്വത്തിലുള്ള സ്പീഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ആ കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്, ആ ഒരു അനുപാതം. ലൈറ്റിന്റെ ആ മീഡിയത്തിലുള്ള സ്പീഡിനെ നമ്മൾ എയറിലൂടെ ഉള്ള ലൈറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയറും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസും. നോക്ക്, ഇവിടെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വെച്ച് കമ്പയർ ചെയ്യണം, ലൈറ്റ് ഇൻ ഗ്ലാസും വേണം, ലൈറ്റ് ഇൻ എയറും വേണം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയറും വേണം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസും വേണം. രണ്ട് വാല്യൂ ഇട്ടു, ഡിവൈഡ് ചെയ്തു, ആൻസർ 1.5 ചെയ്താൽ മീറ്റർ, രണ്ട് സ്ഥലത്തും മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് വെട്ടിപ്പോകും. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നോക്കട്ടെ 3×10⁸ ആണ് സാധാരണ നമ്മൾ സ്പീഡ്. അത് ആലോചിച്ച് വെച്ചോളണേ. ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് എത്രയാ, 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എത്രയാ, 2×10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആൻസർ എത്ര കിട്ടി, 1.5 എന്ന് കിട്ടി. 1.5. അപ്പൊ അതിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ആ വാല്യൂ നോക്കി വേണം നമ്മൾ ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയാൻ. അപ്പൊ ആ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണോ ഇല്ലയെന്ന്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. പക്ഷെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് നേരെ തിരിച്ചാണ്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊക്കെ നേരെ വിപരീതമാണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത അത് കുറയും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ഗ്ലാസിന്റെ, പക്ഷെ ഇത് തിരിഞ്ഞു വരുമ്പോൾ വ്യത്യാസം വരും. ഗ്ലാസ് മാറി. ഇനി എയറിന്റെ എത്രയെന്ന് ചോദിച്ചാലോ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കണ്ടുപിടിക്കാം,
സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ തന്നെ വരും. അപ്പൊ രണ്ടിടത്തും ഒരേ വാല്യൂ വരും. ആൻസർ എത്ര വരും? 1 വരും കേട്ടോ. ഇപ്പൊ വാക്വത്തിൽ അല്ലെങ്കിൽ എയറിന്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? അപ്രോക്സിമേറ്റ്ലി 1 ആണ്. 1 വാല്യൂ 1 ആണ്. ഇനി രണ്ട് മീഡിയങ്ങളുണ്ട്. ഒന്നാമത്തെ മീഡിയത്തിന് മീഡിയം 1, രണ്ടാമത്തെ മീഡിയം 2. മാധ്യമം 1, മാധ്യമം 2. ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2. ലൈറ്റ് പാസ് ചെയ്യുന്നത് ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലോട്ടാണ്. ഇമാജിൻ ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഈസ് v1. ഒന്നാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റിന്റെ സ്പീഡ് v1 എന്ന് എടുക്കുക. രണ്ടാമത്തിലൂടെയുള്ള സ്പീഡ് v2 എന്നും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നത് 1 നിന്ന് 2 അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറയുന്നത് റെപ്രസെന്റഡ് ആസ് n12. n12 ലൈറ്റ് പാസസ് ഫ്രം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2. തിരിഞ്ഞു പോകരുത്. തിരിച്ചാണെങ്കിലോ, അതിന്റെ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ആണെങ്കിൽ അതിനെ എന്താ വിളിക്കും? n21 എന്നാണ് വിളിക്കുന്നത്. ആ പേര് വെച്ച് പറഞ്ഞാൽ 1നെ അപേക്ഷിച്ച് 2 അങ്ങനെയാണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു 2 റെപ്രസെന്റഡ് ആസ് n12. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 n21. അതെങ്ങനെ കണ്ടുപിടിക്കും? n21 കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. അപ്പൊ v1 ബൈ v2. അപ്പൊ n21 കണ്ടുപിടിക്കാൻ v1 ബൈ v2 ആണ്. തിരിഞ്ഞു പോകരുത്. n21 കണ്ടുപിടിക്കാൻ v1 ബൈ v2 ആണ്. ഇവിടെ 21 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പക്ഷെ വെലോസിറ്റി വരുമ്പോൾ അത് തിരിച്ച് അതിന്റെ സഫിക്സ് മാറ്റണം. 21 ആണെങ്കിൽ മുകളിൽ 1ഉം താഴെ 2 ആണ്. ഇനി അപ്പൊ n12 ആകുമ്പോഴാ v2 ബൈ v1 എന്നാവും. v2 ബൈ v1 എന്നാവും. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 എന്നാവും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ ഈസ് കോൾഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ ഒരു ടൈമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഒരു മീഡിയം വെച്ച് മറ്റൊന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാ? എയറുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് സാധാരണ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പരസ്പരം ഒരു മീഡിയത്തെ കമ്പയർ ചെയ്ത് മറ്റേതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഞാൻ പറഞ്ഞു, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒക്കെ ഈ ലൈറ്റിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ്. അപ്പോൾ ഒരു മീഡിയത്തിൽ ഒരു സ്പീഡ് മറ്റേതിൽ വേറെ സ്പീഡ് ആണെങ്കിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് മറ്റേ സ്പീഡ് കൂടുതലാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം ഈസ് കോൾഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാക്വമായിട്ട് കമ്പയർ ചെയ്ത് ഒരെണ്ണത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മളൊരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, സ്നെൽസ് ലായ്ക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സ്നെൽസ് ലായിൽ വരും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ലേ, ആ കോൺസ്റ്റന്റ് വാല്യൂ ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ആക്ടിവിറ്റി ഓക്കെ അത്രയേ ഉള്ളൂ. സ്നെൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട അത്രയേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു 1 നിന്ന് 2 പോകുന്നതെങ്കിൽ നമ്മൾ അടുത്ത ആൻസർ സൈൻ ഐ ബൈ സൈൻ ആർ കോൺസ്റ്റന്റ് എന്ന് പറയില്ലേ, ആ കോൺസ്റ്റന്റ് വാല്യൂ n21 ആയിരിക്കും കേട്ടോ. n21 1 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് വാല്യൂ എത്രയായിരിക്കും? n21 ആയിരിക്കും. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n21. അടുത്ത റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അത് n എന്ന് പറയുന്നത്, n21 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ 1.5 എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ നേരത്തെ ടേബിളിൽ കാണിച്ചില്ലേ 1.5. റിലേറ്റീവ് എയർ ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. 1.5 ഡിവൈഡ് ബൈ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് അല്ലേ. ഇതാണ് ഇവിടുത്തെ 1, ഇതാണ് ഇവിടുത്തെ 2. 1 നിന്ന് 2 പോവുകയാണ്. അപ്പോൾ ആൻസർ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n21. n21 എന്ന് പറഞ്ഞാൽ ആക്ച്വലി n2 ബൈ n1 ചെയ്താൽ മതി. n2 ബൈ n1 എന്ന് പറഞ്ഞാൽ എന്താ?
N2/N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ N2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്പർ എഴുതുമെങ്കിൽ അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. കണ്ട ഇത്രയാണ്. വാക്വത്തിലുള്ള എയറിലുള്ള ഏകദേശം സെയിം ആണ്, 3 × 10⁸ തന്നെ. അപ്പൊ ആൻസർ എത്ര? 1.5. എയറിന്റെ ആണെങ്കിൽ 1. അപ്പൊ ആൻസർ എത്ര? 1.5 ഡിവൈഡഡ് ബൈ 1. ആൻസർ 1.5. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1 നിന്ന് 2 വന്നാൽ N21 ആയിരിക്കും, sin i by sin r. 2 2 നിന്ന് 1 വന്നാൽ ഇവിടെ ആണെങ്കിൽ N12 ആയിരിക്കും. ഇതാണ് 2, ഇതാണ് 1. ഇത് പരസ്പരം തിരിഞ്ഞു വരും. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഫോക്കസ് ഏരിയ വെച്ച് എക്സാം വന്നപ്പോൾ ഈ സ്നെൽസ് ലോ ഒക്കെ അവർ ഒഴിവാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ കണ്ടെത്തുക, ടേബിളിനകത്ത് കൊടുത്തേക്കുന്ന വാല്യൂസ് വെച്ചിട്ട്. ഓക്കെ. അത് നിങ്ങളൊരു വർക്ക്ഷീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വർക്കായിട്ട് എടുക്കുക. സിമ്പിളാണ്, സ്പീഡൊക്കെ വെച്ചിട്ട് തന്നേക്കുന്ന ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷനോടെ പറഞ്ഞു വയ്ക്കുക. N is equal to C/V. C എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 × 10⁸ ആണ്. 3 × 10⁸. ഇതാണ് C എന്ന് പറഞ്ഞത്. V എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മൾ ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണുന്നത് അതിലൂടെയുള്ള ലൈറ്റിന്റെ വെലോസിറ്റി. ഓക്കെ. ഇതിൽ നിന്ന് V ഒക്കെ അപ്പുറത്ത് കൊണ്ടുപോയി ഒരു മീഡിയത്തിന്റെ വെലോസിറ്റി കാണാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്യാം. C/N. N എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തൊരു കോളത്തിൽ വരച്ചിടുക കേട്ടാ. V എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന്റെ വെലോസിറ്റി കാണണം, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്, V is equal to C/N. സിയുടെ വില എപ്പോഴും കണക്ക് വെച്ചേക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തരും, എന്നാലും അറിഞ്ഞിരിക്കുക സിയുടെ വില 3 × 10⁸. സി എന്താണെന്ന് ചോദിച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. ഓക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഭാഗം അവിടെ കഴിയും. ഇനി അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ വെച്ചിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഇതൊക്കെ വീടുകളിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. ഒരു പെൻസിൽ എടുത്ത് നിങ്ങൾ ഇതേപോലെ, നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി, അല്ലെങ്കിൽ കണ്ണാടി ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഇട്ട് നോക്കുക. അപ്പൊ ഈ പെൻസിൽ ഇതാ ഇവിടെ വെച്ച് ഇങ്ങനെ ഒടിഞ്ഞ് ഇരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ആ പെൻസിൽ ഒടിഞ്ഞിരിക്കുകയല്ല, പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. ഈ ലൈറ്റിന്റെ പാത്ത് ഡീവിയേഷൻ ആണ്. ഓക്കെ. പ്രകാശം അതിനകത്ത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല സഞ്ചരിക്കുന്നത്. അതിനൊരു ചെറിയ എന്തുണ്ട്? പാത്ത് ഡീവിയേഷൻ ഉണ്ട്, ഒരു പാതാ വ്യതിയാനം ഉണ്ട് ലൈറ്റിന്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒടിവ് കണക്ക് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി അത് ഒടിവല്ല, നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ അറിയാം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. പെൻസിൽ എന്ത് മെറ്റീരിയലാണോ, ഒരു കണ്ണാടി ഗ്ലാസ് ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇച്ചിരി പൊക്കമുള്ള ഗ്ലാസ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. അത് ഇട്ടിട്ട് വെളിയിൽ നോക്കാം. അതിന്റെ ഉള്ളിലൂടെ നോക്കിയാലും കാണാം. വെളിയിൽ നോക്കി കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അടുത്തൊരു ആക്ടിവിറ്റി ഇതുപോലെ തന്നെ. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്തു പോകണേ. അപ്പൊ ഇതിനെല്ലാത്തിനും മെയിൻ റീസൺ എന്തുവാണ്? റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്കായിട്ട് വിട്ടേക്കാണ്. അപ്പൊ അതിനെല്ലാം കാരണം ഈ ഒരു റിഫ്രാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവും, മീൻ പിടിക്കാൻ പറ്റുന്ന ചെറുക്കൻ്റെ കഥ. അതിലെന്തുവായിരുന്നു? അവൻ മീൻ കണ്ടത് കുറച്ച് താഴോട്ടായിട്ടാണ് അല്ലേ? അങ്ങനെയായിരുന്നു. ആ ഫിഗർ നോക്ക്. നമ്മൾ ഇതിന്റെ ബിഗിനിങ്ങിൽ ഒരു ഫിഗർ കണ്ടിട്ടായിരുന്നു, പയ്യൻ മീൻ പിടിക്കായിരുന്നു. ഉണ്ടോ? അപ്പൊ മീനെ കണ്ട ഈ ഒരു ഡയറക്ഷനിലാണ്. അവിടെ അമ്പ ചെയ്തു, പക്ഷെ കിട്ടിയ തവള പക്ഷെ അവൻ ഇവിടെയാണ് കണ്ടത്. കണ്ടോ? അപ്പം ഇത് താഴ്ന്നു നിൽക്കുന്ന ആ ഒരു ആള് കുറച്ച് മുകളിലോട്ടായിട്ട് നിൽക്കാൻ തോന്നും. യഥാർത്ഥത്തിൽ ഈ മീൻ കുറച്ചുകൂടെ താഴ്ന്നതായിട്ട് ആയിരിക്കും ഇരുന്നത്.
ഓക്കെ, അതുകൊണ്ട് പാത്ത് ഡീവിയേഷൻ ഉണ്ടായാണ് ഇതിനെ കിട്ടിയത്. അപ്പം ഇതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആഴം കുറവുള്ളതാണ് തോന്നും, ആഴം കുറഞ്ഞ ഏരിയ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെന്ന് ഇറങ്ങി കൊടുക്കുമ്പോൾ നല്ല ആഴം ഉണ്ടായിരുന്നു. അതതിൻ്റെ അടുത്തടുത്ത് കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നതാണ്, യഥാർത്ഥത്തിൽ അതിന് ആഴം കാണും. അതുപോലെ തന്നെ ഈ അക്വേറിയത്തിന്റെ കേസ് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്ന കണക്കല്ല, അകത്ത് കുറച്ചുകൂടെ ആഴം കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ കൈ ഇങ്ങനെ ഇറക്കി പോകാൻ വേണ്ടി ഇത് വെളിയിൽ നിന്ന് കാണുന്ന കണക്കല്ല എന്ന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ഡയറക്ഷൻ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന കണക്കല്ല യഥാർത്ഥത്തിൽ അത് പോകുന്നത്, അതതിനകത്ത് നിൽക്കുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെല്ലാം കാരണം, ഇതിനെല്ലാത്തിനും എല്ലാ ആക്ടിവിറ്റിയും വായിച്ചു നോക്കി അതിനെല്ലാത്തിനും ബാക്കിലുള്ള കാരണം ഏതാണ്? റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, റിഫ്രാക്ഷൻ, തിരിഞ്ഞു വരുന്നത് റിഫ്രാക്ഷൻ. ദെൻ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ ആ പേര് തന്നെ ഉണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട്, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ആന്തരം, അകത്ത് എന്നുള്ള ഒരർത്ഥം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷനുമായിട്ടൊന്നും ബന്ധമില്ല, തട്ടിത്തിരിച്ചു പോകുന്നതാണ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ റിഫ്രാക്ഷനകത്ത് റിഫ്ലക്ഷൻ എന്ത് കാര്യം? നമ്മളിപ്പോ പറയുന്ന എന്ത് മീഡിയോ? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മീഡിയം അല്ലേ? പ്രകാശം വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ട്രാൻസ്പെറന്റ് മീഡിയത്തിൽ കൂടെ എങ്ങനെ പോകണം? പാസ് ചെയ്ത് അപ്പുറത്ത് പോകണ്ടേ? അവിടെ പിന്നെ റിഫ്ലക്ഷൻ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? മലയാളത്തിൽ പൂർണ്ണ ആന്തര പ്രതിഫലനം എന്നാണ് കേട്ടോ. മലയാളം പൂർണ്ണ ആന്തര പ്രതിഫലനം. നമുക്ക് നോക്കാം. അതൊരു പ്രതിഭാസം. ഈ ഒരു പ്രതിഭാസം റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നടക്കുന്ന കാര്യം റിഫ്ലക്ഷനാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, ടെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എന്താണ് നടക്കുന്ന കോഡ്? എന്തുവാണ്? ടെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ഉള്ള മാറ്റം ഡ്രോ എന്നാണ് പറഞ്ഞത്. ടെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ ആണ്, എവേ അകന്നു പോകും. ആരുന്ന് അകന്നു പോകും? ലംബത്തിൽ നിന്ന് അകന്നു പോകും, നോർമലിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഡെൻസറിൽ നിന്ന് റെയറിൽ നിന്ന് അകന്നു പോകുമ്പോ ലൈറ്റ് റേ ലംബത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ കൂട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ അകന്നകന്ന് പോകും. ഇങ്ങനെ അകന്നകന്ന് പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രതിഭാസം കാണുന്നത്. അപ്പൊ നമുക്കതൊരു പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കുറെ കണ്ടീഷൻസ് ആണ്. വാട്ടർ ഡെൻസർ മീഡിയം ആണ്, എയർ റെയറർ ആണ്. ഇപ്പൊ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുന്ന കേസാണിത്, ഡെൻസർ ടു റെയർ. അപ്പൊ ഞാൻ പറയുന്ന ഓരോ ഫിഗേഴ്സ് ആയിട്ട് നോക്കുക, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഫിഗർ വേണ്ട, പറയുന്ന ഫിഗേഴ്സ് മാത്രം നോക്കണേ. വാട്ടർ ടു എയർ നമ്മൾ പറഞ്ഞത്, വാട്ടർ ടു എയർ ഇതിൽ എത്ര ഫിഗേഴ്സ് ഉണ്ട്? കുറച്ച് ഫിഗേഴ്സേ ഉള്ളല്ലേ. അപ്പൊ ഇതിനകത്ത് വേറെ ഫിഗേഴ്സ് നോക്കണല്ലോ, ഇല്ല. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം വരയ്ക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതാണ് ഇത് വാട്ടർ, താഴെ മുകളില് എയർ, എയറിന് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. വാട്ടർ താഴെ, എയർ മുകളിൽ. സാധാരണ രീതിയിൽ എങ്ങനെയാണ് അതിന്റെ ലൈൻ വരുന്നത്? ഇത് നോർമലാണ്, ഇങ്ങനെ പോകുന്നു. അതെന്ത് ചെയ്തു പോകും? ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോ എന്ത് ചെയ്ത് പോടെ? അടുത്ത് പോവോ? ഇല്ല, അകന്ന് പോവും. കണ്ടോ അല്ലേ? ഇതിങ്ങനെ, ഇതാണ് ലംബം, കണ്ടോ? ഇതിൽ നിന്നാണ് അകന്ന് പോകുന്നത്. ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ. ഈ ഒരു ഇൻസിഡന്റ് ആംഗിൾ ഞാൻ കൂട്ടുന്നതിനനുസരിച്ച് ഈ അകൽച്ച കൂടി കൂടി വരും. അതായത് ഞാൻ കൂട്ടുന്ന ഈ ഒരു ആംഗിളില്ലേ, ഈ ഒരു ഇൻസിഡന്റ് ആംഗിൾ, പതന കോൺ എന്ന് മലയാളത്തിൽ പറയും. ഈ കോൺ കൂട്ടിക്കഴിഞ്ഞാൽ
ഈ അകന്നു പോകുന്ന രശ്മി കൂടുതൽ അകലെ. അപ്പൊ ഇങ്ങനെ അകന്നകന്ന് ഒരു പർട്ടിക്കുലർ കോണാണ്. ഇതിപ്പോ ഒരു 40 ഡിഗ്രി ആയിരുന്നു വെച്ചോ. ഇത് ഞാൻ 48.6 ഡിഗ്രി ആയപ്പോ ഇതിങ്ങനെ അകന്നകന്ന് താഴോട്ട് വന്ന ഈ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ഈ എയറും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈനിൽ കൂടെ അങ്ങ് പാസ് ചെയ്തു പോകും. ഓക്കെ, ഈ ലൈനിൽ കൂടെ എന്ത് ചെയ്തു പോകും? പാസ് ചെയ്തു പോകും. ഇങ്ങനെ ഈ ഒരു ബൗണ്ടറി കൂടെ പാസ് ചെയ്ത് പോയിക്കുന്ന, അതായത് ഇപ്പോഴത്തെ റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാ? എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇങ്ങനെ 90 ഡിഗ്രി ആക്കുന്ന, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആക്കുന്ന ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതന കോണിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. എന്താണ്? ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്? ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയിൽ റിഫ്രാക്ട് ചെയ്ത് പോകും? റിഫ്രാക്ട് ചെയ്ത് പോകും. 90 ഡിഗ്രിയിൽ റിഫ്രാക്ട് ചെയ്ത് പോകും. 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഇൻസിഡന്റ് ആംഗിളിനെ വിളിക്കുന്നത്, ഇവിടെ 48.6 ഡിഗ്രിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ, അല്ല 90 ഡിഗ്രിനെ അല്ല വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്രിട്ടിക്കൽ കോണിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു ആംഗിളിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതൊരിക്കലും റിഫ്രാക്ഷൻ സംഭവിച്ച് പോകത്തില്ല. പകരം അത് അതേ മീഡിയത്തിലൂടെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് അതിൽ കൂടെ തന്നെ പോകും. ഇതാ ഇവിടെ നമുക്ക് 48.6 കൂടുതലല്ലേ 55 ഡിഗ്രി ലൈറ്റ് വന്ന് വീണപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിച്ചില്ല? റിഫ്രാക്ഷൻ സംഭവിച്ചില്ല. പകരം എന്ത് സംഭവിച്ചു? ആ വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ തന്നെ എന്ത് ചെയ്ത് വന്നു? റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്നു. കണ്ട? അപ്പൊ അതാണ് മുകളിലത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. കണ്ട? ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരാൾ ലേസർ ഇങ്ങനെ പല പല ഡയറക്ഷനിൽ അടിച്ചപ്പോൾ ഒരു ഡയറക്ഷൻ അടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി, ആ മീഡിയത്തിൽ കൂടെ തന്നെ പോയി. ആ സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് എയർ ഇത് വാട്ടർ, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയത്തിൽ കൂടെ പോയി. അതിനേക്കാളും കുറച്ചുകൂടെ ചരിച്ചു കൊടുത്തപ്പോൾ ആംഗിൾ കൂടി അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തു. കണ്ടോ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ്, ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര ഡിഗ്രി ആക്കുന്ന, റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി ആക്കുന്ന? 90 ഡിഗ്രി ആക്കുന്ന ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റിനെ വിളിക്കുന്ന പേരാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എത്ര ഡിഗ്രി കൂടുതലായിരിക്കണം? ക്രിട്ടിക്കൽ കോണിനെക്കാളും കൂടുതലായിരിക്കണം അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ.